ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ജോയ് ആൻഡ് ജോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ബീഫിൻ്റെ റിബ് വെച്ചിട്ട് ഒരു ബാർബിക്യൂ പോലത്തെ നമുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണ്. നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ഇടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സാൾട്ട്, പിന്നെ നമ്മുടെ ബ്ലാക്ക് പെപ്പർ. ഇനി ഇപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ ഒഴിക്കും. നമ്മൾ മിക്സ് ചെയ്യുവാണ്. കുറച്ചും കൂടി ഒലിവ് ഓയിൽ ഒഴിക്കുവാണ് ഗൈസ്. നമ്മൾ റിബ് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കുവാണ്. അപ്പോൾ ആ മാവിൻ്റെ മുകളിൽ ഒരു കിളിക്കൂടുണ്ട്, പക്ഷേ ഞങ്ങൾ അതിന് ഉപകരിക്കാറൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ പരിസരം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകിലാണ്. ഞങ്ങളിവിടെ ഏത് സമയം വന്ന് ഫുട്ബോളൊക്കെ കളിക്കാറുമുണ്ട്. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബീഫിൻ്റെ റിബിനകത്ത് മസാല തേച്ചങ്ങ് ഇടുകയാണ്, ഉള്ളിപ്പിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ റിബ്സ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഇവിടെ ഇടാൻ പോണുള്ള ചാർക്കോൾ അല്ലേ ഗൈസ്? ഇത് നമ്മളെ കടയിൽ നിന്ന് വെച്ചാണ്. കാലിക്കറ്റ് ചാർക്കോൾസ് എന്ന് പറയുന്നൊരു കമ്പനീൻ്റെയാണിത്. അപ്പോൾ ഗൈസ്, നമുക്ക് ചാർക്കോൾ ഇവിടെ ഇട്ട് കൊടുക്കാം. എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ 2 ചാർക്കോൾ പൊട്ടിക്കാൻ പോവാണ്. ഇവിടേക്ക് ഇതൊക്കെ എടുത്തിട്ട് ഹരിതസേനയ്ക്ക് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളിത് നിങ്ങൾ വിചാരിക്കും ഇവിടെ വലിയ വിട്ടാൽ പോരെ, എന്തിനാണ് വെറുതെ വീട് കൊണ്ടിടുന്നത് ഗൈസ്? കാരണം എന്താണെന്നറിയോ? ഇവിടെ കുറേ ചെറിയ പക്ഷിജീവികളും കുറേ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. അവരെ നമ്മൾ എന്തിനാണ് വെറുതെ ഹേർട്ട് ചെയ്യുന്നത്? നമ്മൾ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ വി വിൽ നോട്ട് ഗെറ്റ് ഹേർട്ട് ഓഫ് ദം. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കും. ഗൈസ്, നമ്മൾ തീ അവിടെ കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കത്തി വീഴാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ വീഡിയോയിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ വരുത്തിയതാണ്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്, ഒന്ന് സഹകരിച്ച് തരണം. ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഞങ്ങൾ നല്ലോണം ചെയ്യും. ഓക്കെ? ഇവിടുത്തെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ ഇവിടുത്തെ കിളീൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നല്ല രസമുണ്ടല്ലേ? ഇടുവാണ് കർപ്പൂരം ഇടുവാണ്. ഈ ചാർക്കോളൊക്കെ കത്താനേ കർപ്പൂരം നല്ലതാണ്.
നമ്മൾ കത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കരി ഇതിന് മുകളിലേക്ക് ഇടുവാണ്. ആളി കത്താനാണിത്. ഇത് കത്തിക്കാൻ കുറച്ച് പാടാട്ടോ. ചിന്തിച്ച പോലെ അല്ല. അപ്പോൾ നമ്മൾ ഇതും കൊണ്ടാണ് ബീഫ് തന്തൂരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അമ്മ മാറ്റി വെക്കടേ. ബീഫ് എടുത്ത് വെക്കണേ. നല്ല ഹീറ്റും കൊണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഗാർലിക് പൗഡർ ഇടാൻ മറന്നുപോയി. അതാണ് നമ്മളിപ്പോൾ ഇടാൻ പോവുക. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് സോസ് വേണ്ടേ ഇതിന് ഒഴിക്കാൻ. അതുകൊണ്ട് നമ്മൾ ആദ്യം എടുത്തെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസാണ്, പിന്നെ ബാർബിക്യൂ സോസ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഉണ്ടാക്കാം. നമ്മുടെ സോസ് എടുത്തിട്ട് കുറച്ച് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കണം. ഇത്രയും മതിയാവും അല്ലേ ഗൈസ്? നമുക്ക് കുറച്ച് ബാർബിക്യൂ സോസ് എടുത്ത് ഒഴിക്കണം. ഇതും കൂടി ഒന്ന് വെച്ചടാ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഗാർലിക് പൗഡർ ഇടാം. അടുത്ത നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം കേട്ടോ. ഓക്കെ, മതി. നമ്മളിത് ശരിക്കും മിക്സ് ചെയ്യാൻ പോവാണ്. നല്ല സ്മെല്ലുണ്ട് ഗൈസ്. സൂപ്പർ സാധനം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേച്ച് പിടിപ്പിക്കാം. വൈസ് നമ്മൾ ബാർബിക്യൂ സോസ് പരട്ടി കൊടുക്കുകയാണ്. അപ്പുറത്തേടാ.
നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണിത്. അവിടെ നിൽക്ക് പോലെ നിങ്ങൾ ഏതാ കുഞ്ഞതെന്നോ? അപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് എടുത്തു വെക്കുവാണ്. നല്ല ചൂടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തുവെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. നല്ല സൂപ്പർ സാധനമാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. എരിവും പുളിയൊക്കെ സൂപ്പർ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റും. സോയ സോസും നല്ല ടേസ്റ്റ് ഉണ്ട്. മാറിപ്പോയി ബാബി സോക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ എല്ല് വിടിപ്പിച്ചെടുക്കുവാണ്. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റും ഷെയറും ഇടണേ, ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത വീഡിയോ ആഫ്റ്റർ 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. നമുക്ക് അപ്പം കാണാം. നമുക്ക് അപ്പം കാണാം. സൈനിങ് ഓഫ്.